നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. ശബരിമലയിലെ ആചാര ലംഘനത്തിൽ നടപടി. സോപാനത്തിന് സമീപം ചെരിപ്പിട്ട് കയറിയ പോലീസുകാരനെ തിരിച്ചിറക്കി. നടപടി SAP ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ രാജേഷിനെതിരെ. വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചു. ജനം ഇംപാക്ട്. എല്ലാ വിഷയങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മന്ത്രി എന്ന ഉത്തരവാദിത്തം താൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കണമെന്നും സുരേഷ് ഗോപി. ലഭിക്കണം, അതിനുവേണ്ടിയുള്ള ആദ്യത്തെ സമർപ്പണം നടത്തും. നിരവധി രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളല്ല, നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. ചീഫ് സെക്രട്ടറിയുടെ അനധികൃത അവധിയിൽ സർക്കാരിന് മിണ്ടാട്ടമില്ല. ജയതിലക്കിനെതിരായ പരാതികൾ അറിഞ്ഞ ഭാവവുമില്ല. സത്യം മൂടിവെക്കാൻ ഗൂഢനീക്കമെന്നും ആക്ഷേപം. CPM-നെ വെട്ടിലാക്കി കത്ത് വിവാദം. PBക്ക് നൽകിയ കത്ത് ചോർത്തിയത് MV ഗോവിന്ദന്റെ മകനെന്ന് പരാതി. ചോർന്നത് നേതാക്കൾക്കെതിരെ ആരോപണമുള്ള രഹസ്യരേഖയും. ശ്രീരാമദാസ മിഷൻ ആശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതിക്ക് വിട. ഭൗതിക ശരീരം അഗ്നിയിൽ സമർപ്പിച്ചു. സന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിൽ സ്വാമിക്ക് അഗ്നിസമാധിയൊരുക്കി. അന്തിമോപചാരമർപ്പിച്ച് ആയിരങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് 150-ലധികം സൈനികരെ നഷ്ടപ്പെട്ടതായി സംബന്ധിച്ച് പാക് മാധ്യമം. സമ്മർദ്ദം ശക്തമായതോടെ റിപ്പോർട്ട് പിൻവലിച്ച് സമ TV. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വാണിജ്യ ചർച്ച നീട്ടിയത് 6ാം റൗണ്ട് ചർച്ചകൾ. നടപടി അധിക താരിഫ് നടപ്പാക്കുന്ന സാഹചര്യത്തിൽ. BJP പാർലമെന്ററി ബോർഡ് യോഗം വൈകിട്ട് ഡൽഹിയിൽ. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ. വാർത്തകൾ വിശദമായി നോക്കാം. സമാധിയായ ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ബ്രഹ്മപാദാനന്ദ സരസ്വതി തൃപാദങ്ങളുടെ ഭൗതിക ശരീരം അഗ്നിയിൽ സമർപ്പിച്ചു. ആശ്രമത്തിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് സന്യാസി വര്യന്മാരുടെയും താന്ത്രിക മുഖ്യന്മാരുടെയും കാർമ്മികത്വത്തിൽ സ്വാമിജിക്ക് അഗ്നിസമാധിയൊരുക്കി. രാവിലെ മുതൽ നടന്ന പൊതുദർശനത്തിൽ ആയിരങ്ങൾ അന്ത്യോപചാരം അർപ്പിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, തൻ്റെ ആധ്യാത്മിക ജീവിതത്തിലൂടെ സനാതന ധർമ്മ പ്രചരണത്തിന് കരുത്ത് പകർന്ന വ്യക്തിയാണ് ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ബ്രഹ്മപാദാനന്ദ സരസ്വതി. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം, അതുണ്ടാക്കിയ ആഘാതം, അത് അദ്ദേഹത്തിൻ്റെ ഭക്തരിൽ, വിശ്വാസികളിൽ ഉണ്ടാക്കിയ വേദന, അതെല്ലാം പ്രകടമാവുന്നത് കണ്ടു. വിശദാംശങ്ങൾ.
അനിൽ നമ്പ്യാർ അല്പസമയം മുമ്പാണ് ബ്രഹ്മപാദാനന്ദ സ്വാമിയുടെ സ്വാമി തൃപ്പാദങ്ങളുടെ ഭൗതിക ശരീരം അഗ്നിയിൽ സമർപ്പിച്ചത്. അഗ്നിസമാധിയായിട്ട് ആണ് ചടങ്ങുകൾ നടന്നത്. അതായത് ആശ്രമത്തിന് സമീപത്തുള്ള പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്താണ് തന്ത്രിമുഖ്യന്മാരും അതോടൊപ്പം തന്നെ ആശ്രമത്തിലെ സന്യാസി വര്യന്മാരുടെ എല്ലാം കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നത്. അഗ്നിസമാധിയായിട്ട് സമാധിയിരുത്തൽ ചടങ്ങുകൾ, സമാധി ദഹിപ്പിക്കൽ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള നിരവധി പേർ ഈ സമാധി ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തി. ഹൈന്ദവ സമൂഹത്തിന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ അതിന് പ്രചോദനം പകർന്നു തന്നൊരു ഋഷിവര്യനാണ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ. ഹിന്ദു സമ്മേളനത്തിനാകട്ടെ അതോടൊപ്പം തന്നെ ഹൈന്ദവ മുന്നേറ്റ പ്രസ്ഥാനങ്ങൾക്കാകട്ടെ വലിയ കരുത്തായിരുന്നു സ്വാമി എന്നത്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ സംഘടനകൾ, വിവിധ ഹൈന്ദവ സംഘടനകൾ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ BJPയുടെയും അടക്കമുള്ള നിരയിലുള്ള നിരവധി പേർ സ്വാമിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ഈ ചേങ്കോട്ടുകോണം ആശ്രമസന്നിധിയിലേക്ക് എത്തി. രാവിലെ മുതൽ പൊതുദർശനമുണ്ടായിരുന്നു. പൊതുദർശനത്തിൽ നിരവധി പേർ എത്തുകയും അനുസ്മരിക്കുകയും ചെയ്തു. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് അടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ ഗുരുരത്നം ജ്ഞാനദവസി അടക്കമുള്ള സന്യാസി വര്യന്മാരും ഇവിടേക്ക് എത്തിയിരുന്നു, ചെങ്കോട്ടുകോണം എത്തിയിരുന്നു. നമുക്ക് അറിയാം, ചെങ്കോട്ടുകോണത്ത് ഈ ശ്രീരാമദാസാശ്രമം ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന് മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള സംഭാവനകൾ അത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ്. സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ സമാധിക്ക് ശേഷം തുടർന്ന് ഇങ്ങോട്ടുള്ള ഈ 20 വർഷക്കാലം, ആ 20 വർഷക്കാലം ആശ്രമത്തിൻ്റെ മുന്നോട്ട് പോക്കിനും ആശ്രമത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്നതിനുമെല്ലാം നേതൃത്വം നൽകിയൊരു വ്യക്തിത്വം കൂടിയായിരുന്നു സ്വാമികൾ. ആ സ്വാമികൾ അവരുടെ മുന്നേറ്റം, വിവിധ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം അദ്ദേഹം വഹിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആശ്രമവുമായി ബന്ധപ്പെട്ടും ആശ്രമത്തിൻ്റെ മുന്നേറ്റത്തിനും അതോടൊപ്പം ഹൈന്ദവ സമ്മേളനങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം അതിൻ്റെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് അതിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങളിലും തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലും ശാസ്ത്രത്തിലും അപാരമായിട്ടുള്ള പാണ്ഡിത്യം സ്വാമിജിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സന്യാസി ആയിരിക്കെ തന്നെ അദ്ദേഹം താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾക്കും വിവിധ ക്ഷേത്രങ്ങൾക്ക് തന്ത്രം വഹിക്കുകയും പ്രതിഷ്ഠാകർമ്മങ്ങളടക്കം നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരവധി മേഖലകളത്തേക്കും അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു. അതായത് സന്യാസി ആയിരിക്കെ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ്, 4:45 കൂടിയാണ് സമാധി ആകുന്നത്. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, ഏറെ നാളായിട്ട് ശരീര അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടോടു കൂടി സമാധി ആവുകയായിരുന്നു. അതിനുശേഷം ആശ്രമത്തിലേക്ക് കൊണ്ടുവരികയും ഇന്ന് രാവിലെ മുതൽ പൊതുദർശനം നടത്തിയ പൊതുദർശനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. അതിനുശേഷമാണ് വൈദിക മന്ത്രങ്ങളുടെയും താന്ത്രിക വിധിപ്രകാരമായിട്ടുള്ള ചടങ്ങുകൾ, ആ ഭൗതിക ശരീരത്തിൻ്റെ പുണ്യസ്നാനത്തിന് ശേഷം ഉണ്ടാകുന്ന ചടങ്ങുകൾ നടത്തരുത്. അതിനുശേഷം ആണ് ഈ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്തേക്ക്, ആശ്രമത്തിന് സമീപത്തായിട്ട് തന്നെയാണ്, ദാസാശ്രമത്തിന് സമീപത്തായിട്ട് തന്നെ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലം, ആ സജ്ജീകരിച്ച സ്ഥലത്തേക്കാണ് ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത്. അവിടെയും ആചാരവിധിപ്രകാരമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും നടന്നു. വൈദിക താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ നടത്തിയതിനു ശേഷമാണ് അഗ്നിസമാധിയിലേക്ക് സ്വാമിജിയുടെ ഭൗതിക ശരീരം അഗ്നിയിലേക്ക് ലയിപ്പിക്കുന്ന കർമ്മങ്ങളിലേക്ക് കടന്നത്. അനിൽ നമ്പ്യാർ. സമാധിയായ ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ബ്രഹ്മപാദാനന്ദ സരസ്വതി തൃപാദങ്ങളുടെ ഭൗതിക ശരീരം അഗ്നിയിൽ സമർപ്പിച്ചു. ആശ്രമത്തിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് സന്യാസി വര്യന്മാരുടെയും താന്ത്രിക മുഖ്യന്മാരുടെയും കാർമ്മികത്വത്തിൽ സ്വാമിജിക്ക് അഗ്നി സമാധി ഒരുക്കി. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം മഠാധിപതി ബ്രഹ്മശ്രീ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതിയുമായി അടുത്ത ബന്ധമെന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ അനുസ്മരിച്ചു. സന്യാസിയായിരിക്കെ തന്നെ തന്ത്രശാസ്ത്രത്തിലും തച്ചുശാസ്ത്രത്തിലും ക്ഷേത്രാരാധനയിലുമെല്ലാം അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. മാർഗദർശക മണ്ഡലത്തിൻ്റെ പ്രവർത്തനത്തിൽ എപ്പോഴും സജീവമായിരുന്നു. വിയോഗം തീരാ നഷ്ടമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഇന്നലെ സമാധിയായ പരമപൂജനീയ ബ്രഹ്മപാദാനന്ദ സരസ്വതി തൃപാദങ്ങൾ ആധ്യാത്മിക ധാർമ്മിക മണ്ഡലങ്ങളിൽ ജ്വലിച്ചു നിന്നിരുന്ന ഒരു നക്ഷത്രമായിരുന്നു. പൂജനീയ സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ തങ്ങളുടെ ഈ ആധ്യാത്മിക ധാർമ്മിക രംഗത്തുണ്ടാക്കിയ പരിവർത്തനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ശ്രീരാമദാസ മിഷനെ നയിക്കുകയും സന്യാസി ശ്രേഷ്ഠന്മാരുടെ എല്ലാം പൊതുപ്രവർത്തന വേദിയായിട്ടുള്ള മാർഗദർശക മണ്ഡലത്തിന് ഒരു താങ്ങും തണലുമായി നിന്ന് വേണ്ട നേതൃത്വം നൽകുകയും ചെയ്ത ബ്രഹ്മപാദാനന്ദ സരസ്വതി സ്വാമികളുടെ വിയോഗം തീർച്ചയായും ആധ്യാത്മിക രംഗത്തൊരു വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. കർക്കിടക മാസത്തിൻ്റെ അന്ത്യവേളയിൽ രാമായണ മാസാചരണങ്ങളെല്ലാം സമാപിച്ചുകൊണ്ട് പട്ടാഭിഷേക പാരായണം നടക്കുന്ന സകല വീടുകളിലും
അതിൻ്റെ ചടങ്ങുകൾ നടക്കുന്ന വേളയിലാണ് അദ്ദേഹം സമാധിയായത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകും. സമാധിയായ ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ബ്രഹ്മപാദാനന്ദ സരസ്വതി തലസ്ഥാനത്തെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും സ്ഥിര സാന്നിധ്യമെന്ന അമൃതാനന്ദമയി മഠം കൈമനം ആശ്രമം മഠാധിപതി ശിവാമൃതാനന്ദപുരി. അമൃതാനന്ദമയി മഠവുമായി അടുത്ത ബന്ധം പുലർത്തിയ വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എല്ലാ കാലവും സ്മരിക്കും. ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും ശിവാമൃതാനന്ദപുരി അനുസ്മരിച്ചു. കേരളത്തിൽ മുഴുവൻ ഒരു ഹൈന്ദവ നവോത്ഥാനത്തിന് കാരണക്കാരനായ സത്യാനന്ദ സരസ്വതിയുടെ പിൻഗാമിയായിട്ട് അവരോധനായ ബ്രഹ്മപാദാനന്ദ സ്വാമി തിരുവനന്തപുരത്തെ എല്ലാ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്ന ആളാണ്. അദ്ദേഹം അമൃതാനന്ദ മഠമായിട്ട് വളരെയധികം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ധർമ്മരക്ഷാ യാത്രയിലും അദ്ദേഹത്തിൻ്റെ വലിയൊരു പങ്കുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യത്തിലും തിരുവനന്തപുരത്തൊരു സാന്നിധ്യമായിരുന്നു അദ്ദേഹം ഇന്നും ഉണ്ടായിരുന്നു, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് എല്ലാവർക്കും നഷ്ടമാണ്. തീർച്ചയായിട്ടും ആരും ശാശ്വതമായിട്ട് ജീവിച്ചിരിക്കാൻ സാധിക്കില്ല. എങ്കിലും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ എല്ലാ കാലവും സ്മരിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും എല്ലാ കാലത്തും ജനങ്ങൾക്കൊരു ആശ്വാസമായിട്ടുണ്ട്. ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വി ഡി സാവർക്കറെ പുകഴ്ത്തി CPI നേതാവ്. സാവർക്കർ മോശപ്പെട്ട ആളല്ലെന്ന് CPI ലോക്കൽ സെക്രട്ടറി. സാവർക്കർ ദേശീയത ഊട്ടിയുറപ്പിച്ച നേതാവ്. സ്വാതന്ത്ര്യത്തിനായുള്ള സവർക്കറുടെ പോരാട്ടം കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും ആലപ്പുഴ വെൺമണി LC സെക്രട്ടറി ഷുഹൈബ് മുഹമ്മദ് പറഞ്ഞു. സാവർക്കർ അനുഭവിച്ച ത്യാഗം വലിയ കോൺഗ്രസ് നേതാക്കൾ പോലും അനുഭവിച്ചിട്ടില്ലെന്നും പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശത്തിൽ ഷുഹൈബ് മുഹമ്മദ് പറഞ്ഞു. വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശം ജനം TVക്ക് ലഭിച്ചു. ത്യാഗമൊന്നും ഈ പറയുന്ന വലിയ കോൺഗ്രസിലെ നേതാക്കളൊന്നും അനുഭവിച്ചിട്ടില്ല എന്നുള്ള പക്ഷം തന്നെ എനിക്ക്. അതിന് അണ്ണൻ എന്നെ BJP ആക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയാള് ഈ നമ്മുടെ കാലാപാനി സിനിമ ഉണ്ടല്ലോ, ആ സിനിമയിൽ കാണിക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ജെനുവിൻ ക്യാരക്ടറാണ്. അയാൾ ആ കാലാപാനി ആൻഡമാൻ അവിടുത്തെ ജയിലിൽ കിടന്ന് പീഡത്തിൽ കെട്ടിയിട്ടുള്ള അടി, തൊഴി, ഇടി അതിനെല്ലാം കൊണ്ടുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് അവിടുത്തെ ജയിലറയ്ക്കുള്ളിൽ കഴിഞ്ഞ ആളുകളെ ദേശീയത ഊട്ടി ഉറപ്പിച്ച് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നയിക്കാൻ ആക്കിയിട്ടുണ്ട്. 14 വർഷത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നു. അപ്പോൾ സവർക്കർ എന്താണ് മോശം ഒന്നുമല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇവിടുത്തെ കോൺഗ്രസിൽ അഭിനവ കോൺഗ്രസിൻ്റെ അകത്തെ പല നേതാക്കളെക്കാൾ കൂടുതൽ ത്യാഗം സഹിക്കുകയും തല്ലും കുത്തും ഇടിയൊക്കെ ഒരുപാട് കൊണ്ട ആളാണ് അയാൾ. മഹാത്മാഗാന്ധിയും നെഹ്റു അടക്കം ജയിൽവാസം അനുഭവിച്ച സമയത്ത് ജയിലിൽ കിടന്ന് കത്തെഴുതാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതുപോലും ഇല്ലാതെ അനുഭവിച്ച ആളാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, വൈകിയാണെങ്കിലും CPI നേതാവിന് വിവേകം ഉദിച്ചിരിക്കുന്നു, അങ്ങനെയല്ലേ കരുതേണ്ടത്? തീർച്ചയായും അനിൽ നമ്പ്യാർ, VD സവർക്കറെ ഏത് രീതിയിൽ തരം താഴ്ത്തി കാണിക്കാമെന്ന് CPM CPI കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതിനിടയിൽ തന്നെയാണ് ആലപ്പുഴ വെൺമണി ലോക്കൽ കമ്മിറ്റി CPIയുടെ ആലപ്പുഴ വെൺമണി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ഷുഹൈബ് മുഹമ്മദ് ഇത്തരത്തിൽ പ്രാദേശികമായ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലും ഇത്തരം വിശദമായി തന്നെ സവർക്കറിന്റെ ത്യാഗോജ്വലമായ ജീവിതത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നു. അതിൽ വളരെ വിശദമായി തന്നെ ഓരോ കാര്യങ്ങളും പറയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് സവർക്കർ ദേശീയത ഊട്ടി ഉറപ്പിച്ച നേതാവാണെന്ന കാര്യം എടുത്തു പറയുന്നു. സവർക്കർ അനുഭവിച്ച ത്യാഗം വലിയ കോൺഗ്രസ് നേതാക്കൾ പോലും അനുഭവിച്ചിട്ടില്ല എന്നതാണ് പറയുന്നത്. ജയിലറയ്ക്കുള്ളിൽ നിന്നും ആളുകളെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് പ്രാപ്തരാക്കി കൊണ്ടുവന്നതിൽ സവർക്കറുടെ ത്യാഗോജ്വലമായ ആ ജീവിതം വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. കാലാപാനി സിനിമയിൽ കാണുന്നത് പോലെ തന്നെ അത് വളരെ ജെന്യൂനായ ഒരു ക്യാരക്ടറാണ്. ആ രീതിയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മജിയും നെഹ്റുവും ഒക്കെ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരു എഴുത്തെഴുതാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലാതെ വളരെ ത്യാഗം സഹിച്ചു തന്നെ പോരാടിയ ഒരു വ്യക്തിയാണ്. അതിനെ കുറച്ച് കാണാൻ പാടില്ല എന്നതാണ് CPI LC സെക്രട്ടറി ഓർമ്മിപ്പിക്കുന്നത്. ഇത് അവിടുത്തെ കിഴക്കേ ആൽമുക്ക് എന്ന് പറയുന്ന ഒരു പ്രാദേശിക ഗ്രൂപ്പിലാണ് ഇത് പറഞ്ഞതെങ്കിൽ പോലും അതിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. കാരണം ഇത് തുറന്നു പറയാൻ മറ്റു പലരും മടിക്കുന്നു, ബോധപൂർവം മടിക്കുമ്പോൾ അത്തരം കാര്യം പ്രാദേശികമായ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആൾ തന്നെ അത് തുറന്നു പറയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇനി മറ്റ് ആരൊക്കെ ഇതിനെ അംഗീകരിക്കും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ LC സെക്രട്ടറി ഷുഹൈബിനെതിരെ നടപടിയാകുമോ ഉണ്ടാകുക എന്നതാണ് ഇനിയും നോക്കി കാണേണ്ടതും. അനിൽ നമ്പ്യാർ. VD സാവർക്കറെ പുകഴ്ത്തി CPI പ്രാദേശിക നേതാവ്. സാവർക്കർ മോശപ്പെട്ട ആളല്ല, സാവർക്കർ ദേശീയത ഊട്ടിയുറപ്പിച്ച
നേതാവായിരുന്നു. സ്വാതന്ത്ര്യത്തിനായുള്ള സവർക്കറുടെ പോരാട്ടം കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും ആലപ്പുഴ വെൺമണി LC സെക്രട്ടറി ഷുഹൈബ് മുഹമ്മദ് പറഞ്ഞു. സാവർക്കർ അനുഭവിച്ച ത്യാഗം വലിയ കോൺഗ്രസ് നേതാക്കൾ പോലും അനുഭവിച്ചിട്ടില്ലെന്നും പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശത്തിൽ ഷുഹൈബ് മുഹമ്മദ് പറഞ്ഞു. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. കർഷകരെ പരിഹസിച്ച് മന്ത്രി MB രാജേഷ്. കർഷകർ പ്രതിഷേധിക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നാണ് മന്ത്രിയുടെ പരിഹാസം. പാലക്കാട് തൃത്താല കപ്പൂരിൽ കർഷക ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ മന്ത്രിക്കെതിരെ കറുത്ത മാസ്ക് അണിഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. ഈ പ്രതിഷേധത്തെയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധമെന്ന് മന്ത്രി തരം താഴ്ത്തിയതും അപമാനിച്ചതും. പോലീസ് ഒന്ന് തടയണം, തടയുന്ന ഒരു ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ്. അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ കാണുന്നത്. പരാതിയില്ല. പക്ഷെ വസ്തുതായിട്ട് നമ്മൾ പറയണമല്ലോ. ഇവിടുത്തെ നെൽകൃഷിക്കാരുടെ എണ്ണം 380 അല്ലേ? 380. എത്ര പേർക്ക് നെല്ലെടുത്തതിൻ്റെ താഴ്വില കൊടുത്തു? 372 പേർക്ക്. ഇനി അവശേഷിക്കുന്ന എത്ര പേരുണ്ട്? 8 പേര്. അതിന് കാരണങ്ങളുണ്ട്. ഏതായാലും പ്രതിഷേധമൊക്കെ വന്നു, ഇങ്ങനെ പ്രചരണമൊക്കെ വരുന്നു. ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രതീതി എന്താണെന്ന് വെച്ചാൽ നെല്ലെടുത്തു ഒരാൾക്കും കാശ് കിട്ടിയിട്ടില്ല എന്നുള്ള. ഈ കൂട്ടത്തിൽ നെൽകൃഷിക്കാരില്ലേ? ഇല്ലേ? ഉണ്ടോ? എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടോ? കാശ് കിട്ടിയോ? അതുകൊണ്ടല്ലേ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാർ കൂടിയായ കർഷകരെയാണ് മന്ത്രി MB രാജേഷ് പരിഹസിച്ചിരിക്കുന്നത്. കർഷകർ, അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് എന്ന് അവരുടെ MLA കൂടിയായ മന്ത്രി പറഞ്ഞത് ശരിയായോ? ഇതിനോട് എങ്ങനെയാണ് കർഷകർ പ്രതികരിച്ചത്? അനിൽ നമ്പ്യാർ, മന്ത്രി MB രാജേഷിന്റെ ഭാഗത്തു നിന്ന് കർഷകരെ പരിഹസിച്ചുകൊണ്ടുള്ള വാക്കുകളിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് കർഷകർക്ക് ഉള്ളത്. പാലക്കാട് തൃത്താലയിലെ കപ്പൂരിലെ ഈ ചിങ്ങം 1 കർഷക ദിന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മന്ത്രി എത്തിയപ്പോൾ നെൽകർഷകർ കറുത്ത മാസ്ക് അണിഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധിക്കുകയുണ്ടായി. ഈ സമയത്ത് പോലീസ് എത്തി അവരെ തടഞ്ഞു. പിന്നീട് ഈ സ്റ്റേജിലേക്ക് കയറിയപ്പോഴായിരുന്നു മന്ത്രിയുടെ പരിഹാസം. ഈ കർഷകർ കറുത്ത മാസ്ക് അണിഞ്ഞ് അവിടെ നിന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് എന്ന തരത്തിലാണ് ആ കർഷകരുടെ പ്രതിഷേധത്തെ പരിഹസിച്ചുകൊണ്ട് മന്ത്രി പ്രതികരിച്ചത് എന്നുള്ളതാണ്. മാത്രമല്ല, മന്ത്രി കൃത്യമായി ചോദിക്കുന്നുണ്ട്, നെല്ലിന് വിലയൊക്കെ കൃത്യമായി നൽകി, ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും നെല്ലിന് വില ലഭിക്കാത്തതായിട്ടുണ്ടോ തുടങ്ങിയ തരത്തിലാണ് മന്ത്രി അവിടെ ആ പ്രസംഗത്തിൽ ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. അതേസമയം ഇന്ന് രാവിലെ മുതൽ തന്നെ പാലക്കാട് വിവിധയിടങ്ങളിൽ കർഷകരുടെ വലിയ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചും കെട്ടുതാലിയും എന്തിയൊക്കെ കർഷകരുടെ പ്രതിഷേധം തുടരുകയാണ്. കാരണം ജില്ലയിൽ 27,000-ഓളം കർഷകർക്കാണ് നെല്ല് സംഭരിച്ച് 5 മാസമായിട്ടും സർക്കാർ തുക നൽകാത്തത്. അതായത് അവരുടെ മുതൽ സർക്കാർ വാങ്ങി കയ്യിൽ വെച്ച് ഇത്രയും 5 മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ തുക കർഷകർക്ക് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 200 കോടിയിലേറെ രൂപ പാലക്കാട് കർഷകർക്ക് സർക്കാർ നൽകാനായിട്ടുണ്ട്. പക്ഷേ സർക്കാർ അത് ബോധപൂർവം കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന് മാത്രമല്ല, മന്ത്രി MB രാജേഷ് ഈ കർഷക സമരത്തെ പോലും പരിഹസിച്ചുകൊണ്ട്, കർഷകരെ പൂർണ്ണമായും പരിഹസിച്ചുകൊണ്ട് ഒരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും കർഷകരെ അപമാനിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് പ്രതികരണം ഉണ്ടായിരുന്നു. കേരളത്തിൽ കൃഷി ചെയ്തില്ലെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് അരി വന്നോളും എന്ന തരത്തിലായിരുന്നു നേരത്തെ മന്ത്രി സജി ചെറിയാൻ കർഷക വിരുദ്ധ പ്രസ്താവന നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു കർഷക സമരത്തെ തന്നെ പരിഹസിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള സമരം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി നടത്തിയതാണ് ഈ കറുത്ത മാസ്ക് അണിഞ്ഞ് കർഷകർ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ MB രാജേഷ് മന്ത്രി കർഷകരെ പരിഹസിച്ചിരിക്കുന്നത്. ഏതായാലും കർഷകരുടെ ഇടയിൽ ഈ വിഷയത്തിൽ മന്ത്രിക്കെതിരെ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. കർഷകരെ കളിയാക്കി മന്ത്രി MB രാജേഷ്. കർഷകർ പ്രതിഷേധിക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നാണ് മന്ത്രിയുടെ പരിഹാസം. പാലക്കാട് തൃത്താല കപ്പൂരിൽ കർഷക ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ മന്ത്രിക്ക് എതിരെ കറുത്ത മാസ്ക് അണിഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു കർഷകർ. ഈ പ്രതിഷേധത്തെയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധമെന്ന് മന്ത്രി അപമാനിച്ചത്. അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. നെല്ല് വില ലഭിക്കാത്തതിൽ പാലക്കാട് കർഷകരുടെ ശക്തമായ പ്രതിഷേധം. സർക്കാർ ശവമഞ്ചത്തിലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധ മാർച്ച് നടത്തി. മുഖ്യമന്ത്രിയുടെ കോലവും ശവമഞ്ചവും കത്തിച്ച് കർഷകർ. പാലക്കാട് കുഴൽമന്ദത്താണ് കർഷകരുടെ പ്രതിഷേധം. സംസ്ഥാന സർക്കാർ തങ്ങളോട് കാണിക്കുന്നത് കടുത്ത അവഗണനയെന്ന് കർഷകർ കുറ്റപ്പെടുത്തി. ചിങ്ങം 1
ഇന്ന് കർഷക ദിനം ആചരിക്കുമ്പോൾ പാലക്കാട്ടെ നെൽകർഷകർ തെരുവിൽ പ്രതിഷേധത്തിലാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ കുഴൽമന്നത്ത് ശവമഞ്ചവും ഏന്തിക്കൊണ്ടാണ് ഈ കർഷകർ അവർ സംസ്ഥാന സർക്കാരിന് നൽകിയ നെല്ലിൻ്റെ വില ലഭിക്കാത്തതിൽ പ്രതിഷേധിക്കുന്നത്. ഒപ്പം പാലക്കാട് നഗരത്തിൽ അഞ്ചുവിളക്കിന് സമീപത്ത് കെട്ടുതാലിയുമായിട്ട് ഉൾപ്പെടെ നെൽകർഷകർ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. ഈ നെല്ലിന് ഇത്രയും ദിവസമായിട്ടും കൊയ്ത് കഴിഞ്ഞ് 5 മാസമായിട്ടും വില ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ശവമഞ്ചവുമായി പ്രതിഷേധം നടത്തുന്നത്. ഏത് സാഹചര്യത്തിലാണ് പ്രതിഷേധം? അതായത് നെല്ല് നിങ്ങൾ സർക്കാരിന് നൽകി ഇതുവരെ തുക ലഭിക്കാത്ത ഒരു പശ്ചാത്തലം. വളരെ വിഷമത്തിലാണ്. കഴിഞ്ഞ 5 വർഷമായി ഞങ്ങളെ പറഞ്ഞ് വഞ്ചിക്കുകയാണ്. ഗവൺമെൻറ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെയുള്ള മന്ത്രിമാരെ 2-3 മന്ത്രിമാരെ ഞങ്ങൾ നേരിൽ കണ്ടു. രാജേഷ് മന്ത്രി, കൃഷ്ണൻകുട്ടി മന്ത്രി തുടങ്ങിയ മന്ത്രിക്കാരെ നേരിൽ കഴിഞ്ഞ വർഷം കണ്ടു. കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഈ തവണത്തോടുകൂടി നമ്മുടെ പ്രശ്നം കഴിയും എന്ന് പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വഞ്ചനാ ദിനം ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എല്ലാ രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. യാതൊരു രാഷ്ട്രീയക്കാരും ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരുടെ ഇടപാടല്ല. എല്ലാ രാഷ്ട്രീയക്കാരും കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഒരുപാട് കർഷകരെ നമുക്ക് പുറകിൽ കാണാൻ സാധിക്കും. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് തങ്ങൾക്ക് ഈ നെല്ലിൻ്റെ തുക വേണം എന്നുള്ളത് തന്നെയാണ്. അതായത് ഇത്രയും മാസമായിട്ട് നെല്ലിൻ്റെ പൈസ കിട്ടിയിട്ടില്ല അല്ലേ? അതെ, ഇല്ല, കിട്ടിയിട്ടില്ല. മാത്രമല്ല ആത്മഹത്യയിലേക്ക് കൃഷിക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണം 5 മാസമായി കിട്ടാത്തത് മാത്രമല്ല, സകലതും വാരിക്കൂട്ടി ആധാരം എല്ലാ സാധനവും പണയം വെച്ചിട്ടും കൃഷിക്കാർക്ക് പണമില്ല. ഇന്ന് വരെ ഇല്ലാത്ത ഒരു ഗതികേട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ഈ സമരം നടക്കുന്നത്. സത്യാഗ്രഹ സമരമാണ്. ഇതേപോലെ തന്നെയാണ് പാലക്കാട് താലി പണയം വെച്ചിട്ട് നടക്കുന്ന സമരം നടക്കുകയാണ്. പാലക്കാട് ജില്ല മുഴുവൻ സമരത്തിലാണ്. ഇപ്പോൾ കൃഷിക്കാർ മുഴുവൻ സമരത്തിലാണ്. വേർപ്പിന്റെ അധ്വാനത്തിന്റെ പൈസയാണ് ചോദിക്കുന്നത്. അതെ. ഞങ്ങൾ മാത്രമല്ല, മറ്റേ വെതർ ബേസ്ഡ് ഇൻഷുറൻസ് സ്കീമിനും നമുക്ക് കിട്ടാറില്ല. 2023 ഖാരിഫ് സീസൺ മുതൽ നമുക്ക് ഇന്നേ വരെ വന്നിട്ടില്ല. മാത്രമല്ല, റോയൽറ്റി 2022 മുതൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കർഷകരുടെ പെൻഷൻ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കിട്ടാത്തിടത്തോളം കാലം കർഷകർ വളരെ പരാധീനതയിലാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ആർക്കും തന്നെ രണ്ടാം വിളയ്ക്ക് പൈസ കിട്ടാത്ത കാരണം, കഴിഞ്ഞ രണ്ടാം വിളയ്ക്ക് പൈസ കിട്ടാത്ത കാരണം ആഭരണങ്ങൾ മുതൽ പണയത്തിലാണ് നിൽക്കുന്നത്. കേന്ദ്രം ഓരോ തവണയും നിങ്ങൾക്ക് നെല്ലിന്റെ വില ഇങ്ങനെ കൂട്ടിത്തരുമ്പോൾ സംസ്ഥാന വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലേ? എപ്പോഴും കുറയ്ക്കാറുണ്ട്. ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അവിടെ 1 ഉറുപ്പ്യ കൂട്ടിയാൽ ഇവിടെ 1 ഉറുപ്പ്യ കുറയ്ക്കും. ഇപ്പം 63 പൈസ അവിടെ കൂട്ടി, ഇപ്പം 63 പൈസ ഇവിടെ കുറയ്ക്കും. അത് എല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഒന്നിനും ഒരു നീതി നിലയില്ലാത്ത പോക്കാണത്. ഇപ്പോൾ ശവമഞ്ചമൊക്കെ എത്തിയിട്ട് ഈ ശവമഞ്ചമൊക്കെ എത്തിയത് നിങ്ങളുടെ ശക്തമായ പ്രതിഷേധം. തീർച്ചയായിട്ടും നമ്മുടെ ഇരട്ടച്ചങ്കൻ പിണറായി വിജയന്റെ ശവമഞ്ചമാണിത്. ഇതിന് കത്തിച്ച് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഇനി ഇരട്ടച്ചങ്കന്റെ ശവത്തിന് കത്തിച്ചിട്ടെങ്കിലും ഞങ്ങൾക്കൊരു സമാധാനം കിട്ടാനായിട്ടാണ് ഈ പരിപാടി. അത്രയും അവഗണനയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് പട്ടിണിയാണ്. താലി ചെയ്തടക്കം പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ കൃഷി ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം 5 മാസമായി ഞങ്ങൾ നെല്ലളന്നിട്ട് ഇന്നേ വരെ കാശ് കിട്ടിയില്ല. ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്, ഓണം എങ്ങനെ ആഘോഷിക്കും, ഞങ്ങളുടെ മക്കൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോലും ഗതിയില്ലാതിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഓണക്കാലമാണ് വരാൻ പോകുന്നത്. ഓണക്കാലത്തും തുകയില്ലാതെ തങ്ങൾ എങ്ങനെ ഓണം ആഘോഷിക്കും എന്നുള്ളതാണ് ഈ കർഷകർ ചോദിക്കുന്നത്. ഒരുപാട് കർഷകർ എന്നെ ഈ പുറകിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അവർ ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ്, തങ്ങൾ വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ നെല്ലിൻ്റെ പണം അത് തങ്ങൾക്ക് നൽകണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ കർഷകർ ഉന്നയിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. CPM-ൽ കത്ത് വിവാദം പുകയുന്നു. പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ചോർത്തിയെന്നാണ് പരാതി. CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷെർഷാദാണ് പരാതി നൽകിയത്. കത്ത് ചോർത്തിയത് ഗോവിന്ദൻ്റെ മകൻ ശ്യാം എന്ന പരാതിയിൽ പറയുന്നു. പാർട്ടി നേതാക്കളുടെ ഉറ്റ സുഹൃത്തായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ കൊടുത്ത പരാതിയാണ് ചോർന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തന്നെയാണ് ചോർന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ബന്ധപ്പെട്ട സമയത്ത് ഈ പോളിറ്റ് ബ്യൂറോൻ്റെ ആൾക്കാരായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് കത്ത് അന്ന് തന്നെ, അതായത് ആ പാർട്ടി കോൺഗ്രസ്സിൽ നടപടിയെടുത്ത ആ സമയത്ത് തന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത്. അന്ന് മധുര നിങ്ങളവിടെ ഉണ്ടായിരുന്നല്ലേ, നമ്മൾ കണ്ടതല്ലേ. അന്ന് ഞാൻ അവിടുന്ന് എന്നോട് പറഞ്ഞത് കത്ത് ഞാൻ കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളും ആക്ഷൻസും കാര്യങ്ങളെല്ലാം അവരാണ് എടുക്കേണ്ടത്, എല്ലാ തീരുമാനങ്ങളും അവരാണ് ചെയ്യേണ്ടത്, അതുകൊണ്ട് അവിടുന്ന് അവർ വേണ്ടത് ചെയ്യും.
അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നായിരിക്കും പിന്നെ കത്ത് ചോർന്നിട്ടുണ്ടാവുക. ഒരു നടപടി അതായത് നടപടി 2022 കോടിയേരിയുള്ള സമയത്ത് നടപടി ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് പുള്ളിനെ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. പുള്ളി പാർട്ടിൻ്റെ അകത്ത് ചർച്ച ചെയ്തും കൊണ്ട് പുറത്തു വരാത്ത രീതിയിൽ പുള്ളിൻ്റെ അടുത്ത് അകലം പാലിക്കണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ എല്ലാവർക്കും കിട്ടിയിരുന്നു. അതെനിക്ക് അതിനെ ബന്ധപ്പെട്ടിട്ട് ആ ഇൻഫർമേഷൻ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അടുത്ത് 1-2 നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോടിയേരി മരണപ്പെടുകയും ഇദ്ദേഹം സെക്രട്ടറി ആവുകയും ചെയ്തപ്പം ഈ മകൻ്റെ പോരായ്മകൾ വെച്ചും കൊണ്ട് പൂർവാധിക ശക്തിയോടുകൂടി പുള്ളി തിരിച്ചു വന്നു. UK പുള്ളിയുടെ ഫ്ലാറ്റിൽ പോയി താമസിക്കുകയും അവിടുന്ന് ഒരു പുസ്തക പ്രകാശനം, ഒരു കോൺഗ്രസ് അനുഭാവിയായ ഒരു സ്ത്രീയുടെ പുസ്തക പ്രകാശനമൊക്കെ ഈ രാജേഷ് കൃഷ്ണ മാഷെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഓൾറെഡി ചർച്ചാ വിഷയമായ കേസുകളാണ്. കാരണം ഗോവിന്ദ മാഷെ കൊണ്ട് അത് UK പാർട്ടിൻ്റെ അനുകൂല സംഘടനകളായ കൈരളി, അതല്ലാതെ അവിടെ വേറൊരു സംഘടനയും കൂടിയുണ്ട്. പിന്നെ UK ഒരു കൈരളി അല്ലാതെ, കൈരളി ഈ രാജേഷിൻ്റെ ഒരു അനുഭാവ സംഘടനയാണ്. വേറൊരു സംഘടന ഉണ്ട്, അത് ഞാൻ പേര് ഓർക്കുന്നില്ല. ആ സംഘടനയുടെ ആൾക്കാരൊക്കെ എന്നെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് രേഖകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. കാരണം അവിടെ നേതാക്കന്മാർ വന്നു കഴിഞ്ഞാൽ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവരവിടെ ഒരുപാട് പബ്ലിക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇവനെ ലണ്ടനിലേക്ക് വരുത്തി കഴിഞ്ഞാൽ ഇവനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് പിന്നെ ഈ പ്രോഗ്രാമിനും ഇതിനൊന്നും ആളില്ലാതെ പിന്നെ ഇവൻ്റെ കൂടെ ആയിരിക്കും ആൾക്കാർ എന്നുള്ളത്. അത് പിന്നെ എല്ലാ ആൾക്കാരും എൻ്റെ അടുത്ത് തന്ന വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും എല്ലാ ഇൻഫർമേഷൻസും എൻ്റെ കയ്യിലുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസും സുധീഷ് ഗോപാലും ചേരുന്നു. ടിൻഡു, ഷർഷാദ് പറഞ്ഞതുപോലെ, പരാതിക്കാരൻ ഷർഷാദ് പറഞ്ഞതുപോലെ പാർട്ടി കോൺഗ്രസ് സമയത്താണ് ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന് അശോക് ദാവ്ളെ അദ്ദേഹത്തിന് ഷർഷാദ് പരാതി നൽകിയത്. ആ പരാതിയിൽ പ്രധാനമായും പറഞ്ഞത്, അതായത് ആരോപണ വിധേയനായ പല സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, പൊതുവിൽ CPM മന്ത്രിമാരുടെ അതുപോലെ CPM നേതാക്കളുടെ ബിനാമി എന്ന് അറിയപ്പെടുന്ന, UK വ്യവസായി എന്ന് അവകാശപ്പെടുന്ന രാജേഷ് കൃഷ്ണയ്ക്കെതിരെയുള്ള പരാതിയാണ്. അതുകൊണ്ട് രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കരുത് എന്നാണ് പരാതിപ്പെട്ടത്. ആ പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തന്നെ രാജേഷ് കൃഷ്ണയ്ക്ക് എതിരെ നടപടി ഉണ്ടായി. അതായത് അങ്ങനെ പങ്കെടുക്കരുത് എന്നൊരു നിർദ്ദേശം പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ആ കത്താണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. മാത്രമല്ല, ഈ കത്ത് അത് ഒരു രേഖയായി കോടതിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. നാളെ ഒരുപക്ഷെ CPM മന്ത്രിമാരുടെയും CPM നേതാക്കന്മാരുടെയും സാമ്പത്തിക ഇടപാടുകൾ അത് തെളിയിക്കുന്ന ഔദ്യോഗിക രേഖയായി ഇത് മാറാനുള്ള സാധ്യതയേറെയല്ലേ ടിൻഡു? സുധീഷ് ഗോപാൽ, ഞാൻ ടിൻഡുവിനോട് ചോദിച്ചത് താങ്കളോട് ഉന്നയിക്കുകയാണ്. രാജേഷ് കൃഷ്ണയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. രാജേഷ് കൃഷ്ണയ്ക്കെതിരെയുള്ള പരാതി അതാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ആരായിരിക്കും ഇത് ചോർത്തിയവരുടെ അജണ്ട എന്തായിരിക്കും? വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഏതാണ്ട് 2018 കാലഘട്ടം മുതൽ തന്നെ ഈ രാജേഷ് കൃഷ്ണയുടെ വിവിധ നീക്കങ്ങളും മറ്റും അതിനെതിരെ പാർട്ടിയിൽ ഈ മുഹമ്മദ് ഷർഷാദ് എന്ന ചെന്നൈ വ്യവസായി നിരന്തരം പരാതികൾ നൽകിയിരുന്നതാണ്. അന്ന് എല്ലാം തന്നെ മുഹമ്മദ് ഷർഷാദിന് ഈ രാജേഷ് കൃഷ്ണയ്ക്ക് രക്ഷകനായി എത്തിയിരുന്നത് ഈ ശ്യാമാണ്. ശ്യാം MV ഗോവിന്ദന്റെ മകനാണ് എന്നത് നമുക്കറിയാം. ആ ശ്യാം നിരന്തരം ഇത്തരം ഈ ഷർഷാദുമായി ഇടപെട്ട് തന്നെ 1 കോടിയുടെ ഒരു തട്ടിപ്പ് നടത്തിയെന്ന ഒരു പരാതി നേരത്തെ മുഹമ്മദ് ഷർഷാദ് തന്നെ ഉന്നയിച്ചിരുന്നതാണ്. അതിനുശേഷമാണ് ഈ രാജേഷ് കൃഷ്ണയുമായുള്ള മുഹമ്മദ് ഷർഷാദുമായുള്ള അടുപ്പത്തിനിടയിൽ ഭാര്യയുമായി അടുക്കുകയും അത് അവരുടെ കുടുംബ ബന്ധം പോലും തകർക്കുന്ന ഒരു സാഹചര്യം വന്നു. പുഴു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തും മറ്റുമാണ് ഇത്തരം സംഭവം ഉണ്ടാകുന്നത്. ഇത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകി ഇതിന്റെ പരിഹാരത്തിന് MA ബേബിയെ നേരത്തെ നിയോഗിക്കുകയും ചെയ്തു. അന്ന് പോലും മുഹമ്മദ് ഷർഷാദിനെ ക്രൂരമായി കണ്ണൂരിൽ വെച്ച് മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനെതിരെ പോലീസിൽ പരാതി ലഭിച്ചപ്പോൾ മുഹമ്മദ് ഷർഷാദിന് അനുകൂലമായ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അന്ന് P ശശിയാണ് ഷർഷാദിന് എതിരെ നിലപാടെടുത്ത് പോലീസിൽ സമ്മർദ്ദം ചെലുത്തിയത് എന്നതാണ് അന്ന് മുഹമ്മദ് ഷർഷാദ് ഉന്നയിച്ചിരുന്നത്. അതിനുശേഷമാണ് ഈ 24ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി അതിൽ UK പ്രതിനിധിയായി ഈ രാജേഷ് കൃഷ്ണയും
എത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് അശോക് ധാവളയെ സമീപിക്കുകയും ഈ രാജേഷ് കൃഷ്ണയുടെ ഒരു പശ്ചാത്തലം, സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കമുള്ള പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ്, കൊച്ചി കേന്ദ്രീകരിച്ച് നേരത്തെ ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന ഒരു സെക്യൂരിറ്റി കമ്പനി അത് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തനം മാറ്റിയിരുന്നു. എന്നാൽ ഇത് പ്രവർത്തിപ്പിക്കാൻ, അത് വിദേശ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നതിനാൽ പ്രവർത്തിപ്പിക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടതായിരുന്നു. എന്നാൽ അത് ഒരു നടപടിയും സ്വീകരിക്കാതെ സംസ്ഥാന സർക്കാർ ഈ സെക്യൂരിറ്റി ഫോമിന് മുന്നോട്ട് പോകാനുള്ള അനുമതി നൽകുകയായിരുന്നു. ലുലുവിലടക്കം അവർ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാർ അവിടെ സന്ദർശിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇതുമെല്ലാം ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയിലടക്കം മുഹമ്മദ് ഷെർഷാദ് റിട്ട് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ തുടർച്ചയായാണ് ഈ പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണ പങ്കെടുക്കുന്നതിനെതിരെ പരാതി നൽകിയത്. ആ പരാതിയാണ് പുറത്തായിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാം മുഖാന്തരമാണ് പുറത്തു വന്നത് എന്ന പരാതിയാണ് മുഹമ്മദ് ഷെർഷാദ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ശ്യാമും രാജേഷ് കൃഷ്ണയുമായിട്ടുള്ള അടുപ്പവും മറ്റും കൃത്യമായും നേരിട്ട് ബോധ്യമുള്ള ആളാണ് മുഹമ്മദ് ഷെർഷാദ്. കാരണം മുഹമ്മദ് ഷെർഷാദും ശ്യാമുമായുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്ന മട്ടിലാണ് രാജേഷ് കൃഷ്ണ അടുക്കുന്നതും കൂടുതൽ ഇവരുടെ കുടുംബത്തിലടക്കം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും. അത്തരം ഒരു വ്യക്തിക്കെതിരായ പരാതി, അതും പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതിയാണ് ചോർന്നിരിക്കുന്നത്. അതൊരു കോടതിയിൽ ഒരു തെളിവായി ഹാജരാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പാർട്ടിയിലുള്ള വിശ്വാസ്യത പോകുന്നു. അതിലുപരി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കുള്ള സാമ്പത്തിക വിദേശ ഫണ്ടുകൾ അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വിദേശത്തു നിന്നും ഫണ്ട് എത്തിയതിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുഹമ്മദ് ഷെർഷാദ് നേരത്തെയൊക്കെ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതെല്ലാം മറച്ചുവെക്കാനും ഇതിന് തടയിടാനും വേണ്ടിയുള്ള ഒരു നീക്കം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നു എന്നതാണ് ഈ കത്ത് ചോർച്ചയിലൂടെ നമുക്ക് കരുതാൻ കഴിയുന്നത്. ആ സൂചന തന്നെയാണ് നൽകുന്നത്. ഇത് ഈ MV ഗോവിന്ദൻ നേതൃത്വം നൽകുന്ന പാർട്ടിയിൽ ഇപ്പോൾ ഔദ്യോഗിക വിഭാഗമായി നിൽക്കുന്നവർക്കെതിരായുള്ളവർ ഇതൊരു ആയുധമാക്കാനും സാധ്യതയുണ്ട്. എന്തു തന്നെയായാലും പാർട്ടി ഭരണഘടനയ്ക്കും പാർട്ടിയുടെ ഒരു പ്രവർത്തന രീതിക്കും യോജിക്കാത്തതാണ് ഇത്തരം ഒരു കത്ത് ചോർച്ച. അതിൽ MV ഗോവിന്ദനെയും മറ്റ് മക്കൾ വിവിധ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ അടക്കം രാഷ്ട്രീയ ജീവിതത്തിൽ ഇടപെടുന്നത് പോലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഒരു കരടായി മകൻ മാറുന്നു എന്നൊരു സൂചന കൂടിയാണ് ഈ കത്ത് വിവാദത്തിലൂടെ പുറത്താവുന്നതും. അനിൽ നമ്പ്യാർ. ടിൻഡു, രാജേഷ് കൃഷ്ണക്കെതിരെ നേരത്തെയും പരാതികൾ നൽകിയിരുന്നു. പക്ഷേ അന്നൊന്നും നടപടിയുണ്ടായില്ല. പക്ഷേ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ അശോക് ധാവളേക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പറ്റാതെ രാജേഷ് കൃഷ്ണ ലഭ്യനായി തിരിച്ചു പോകേണ്ടി വന്നത്. പക്ഷേ ഇപ്പോഴും രാജേഷ് കൃഷ്ണയ്ക്ക് പരിപൂർണമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, അതായത് ഈ നേതാക്കന്മാരുടെയൊക്കെ മന്ത്രിമാരുൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ സാമ്പത്തിക ഇടപാടുകൾ അത് നടക്കുന്നത്, സുതാര്യമായി നടത്തുന്നത് രാജേഷ് കൃഷ്ണ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പുറത്ത് വരാതിരിക്കാൻ രാജേഷ് കൃഷ്ണയെ പൂർണ്ണമായും സംരക്ഷിക്കേണ്ടതുണ്ട്. ആ ഒരു പരിരക്ഷ ആണിപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ ഈ കത്ത് പുറത്ത് വന്നതെങ്ങനെയാണ്? ഗോവിന്ദൻ മാസ്റ്ററുടെ മകൻ എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് കടന്നു വരുന്നത്? അനിൽ നമ്പ്യാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2022 കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ മുഹമ്മദ് ഷെർഷാദ് ഒരു പരാതിയായിട്ട് ഈ വിഷയം കോടിയേരിയെ നേരിട്ട് കണ്ട് അറിയിച്ചിരുന്നു. അത് പരാതിയായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നമുക്കറിയാം, അന്ന് 2022 MV ഗോവിന്ദൻ ലോക്കൽ ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നാണ് ഈ പരാതി ഒരുപക്ഷെ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഒരു പരാതിയായിട്ട് പാർട്ടിയിൽ വരുന്നതും. പക്ഷേ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ടുകൊണ്ട് ഈ പാർട്ടിയിൽ രാജേഷ് കൃഷ്ണയ്ക്ക് ഇടപെടാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുകയും മാറ്റി നിർത്തപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കറിയാം, വീണ്ടും MV ഗോവിന്ദൻ ഒരു പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയും കൂടുതൽ പവർഫുൾ ആവുകയും ചെയ്യുന്നു. ഈ സമയത്ത് വീണ്ടും രാജേഷ് കൃഷ്ണയ്ക്ക്, അല്ലെങ്കിൽ രാജേഷ് കൃഷ്ണ ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ളൊരു ബലം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ബന്ധം വീണ്ടും പാർട്ടിയായിട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടുന്നത് മുഹമ്മദ് ഷെർഷാദ് രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടുന്നത് MV ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്ത് വഴിയാണ്. കാരണം 2022 2018 മുഹമ്മദ്
മുഹമ്മദ് ഷെർഷാദ് ഡൽഹിയിൽ പോകുന്നു. തൻ്റെ മകൻ്റെ റിപ്പബ്ലിക് ഡേ പരേഡ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോകുന്നു. ഡൽഹിയിൽ പോകുന്ന സമയത്ത് പാർലമെൻറ്റൊക്കെ ഒന്ന് കയറി കാണണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും രാഷ്ട്രീയ സഹായമുള്ള ആരെങ്കിലും ഒക്കെ സമീപിക്കണം. അതിന് വേണ്ടിയിട്ട് ശ്യാംജിത്തിനെ നേരത്തെ തന്നെ ഈ ഷെർഷാദിന് പരിചയമുണ്ട്. ശ്യാംജിത്തുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അന്നാണ് ശ്യാംജിത്ത് ഇത്തരത്തിൽ ഈ രാജേഷ് കൃഷ്ണയെ ഫോണിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അന്ന് MP കൂടിയായിട്ട് PK ബിജുവിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ ഈ പാർലമെൻറ്റ് മറ്റുമൊക്കെ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഷെർഷാദിന് ഒരു സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടാകുന്നു. ഫെഡറൽ ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അന്നത്തെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന തോമസ് ഐസക്ക് നേരിട്ട് വിളിച്ച് ഈ ബാങ്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. ഈ ബാങ്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് അന്നും ശ്യാംജിത്തിനെയാണ് ഇത്തരത്തിൽ ഷെർഷാദ് കോൺടാക്ട് ചെയ്യുന്നത്. ശ്യാംജിത്ത് അന്നും രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. രാജേഷ് കൃഷ്ണയുടെ ഇടപെടൽ കൊണ്ട് അന്ന് തോമസ് ഐസക്ക് ധനമന്ത്രിയായിരുന്നുള്ള തോമസ് ഐസക്ക് നേരിട്ട് ബാങ്കിനെ വിളിക്കുന്നത് വലിയ രീതിയിൽ അവർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് ആ 22 പേജ് അടങ്ങുന്ന പരാതിയിൽ പറയുന്നു. അങ്ങനെ വീണ്ടും രാജേഷ് കൃഷ്ണയായിട്ട് അടുക്കുന്നു. തൻ്റെ ഭാര്യയ്ക്ക് സിനിമാ സംവിധാനവുമായിട്ട് ബന്ധമുണ്ട്, സിനിമയിലേക്ക് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ സിനിമയിലേക്കുള്ള ബന്ധം നമുക്കറിയാം. ശ്യാംജിത്ത് സിനിമയുമായിട്ട് വളരെ അടുത്തമുള്ള ആളാണ്. രഞ്ജിത്തുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. മറ്റ് സംഘടനകളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. അപ്പോൾ ശ്യാംജിത്തുമായി വീണ്ടും കോൺടാക്റ്റിൽ വരുന്നു. ശ്യാംജിത്ത് വീണ്ടും സിനിമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടുന്നു. അങ്ങനെ 3 ഇടങ്ങളിലായിട്ട് മുഹമ്മദ് ഷെർഷാദിന് നൽകിയ സഹായങ്ങളിലാണ് രാജേഷ് കൃഷ്ണയുമായിട്ട് ഈ മുഹമ്മദ് ഷെർഷാദിന് അടുത്ത ബന്ധമുണ്ടാകുന്നത്. പിന്നീട് സാമ്പത്തിക കാര്യങ്ങളിൽ ഉൾപ്പെടെ ഈ സർക്കാരിൻ്റെ ചില പദ്ധതികൾ ഉൾപ്പെടെ PR വർക്കുകൾ ചെയ്യാനായിട്ടും ഇംഗ്ലീഷ് ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഈ ഷെർഷാദിൻ്റെ ഭാര്യ ഈ രാജേഷ് കൃഷ്ണയെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും മറ്റും വരുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്നുമാണ് ഇത്തരത്തിൽ രാജേഷ് കൃഷ്ണയ്ക്ക് പാർട്ടിയുമായിട്ടും പാർട്ടി നേതാക്കളുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ളതായിട്ട് ഈ ഷെർഷാദ് മനസ്സിലാക്കുന്നത്. രാജേഷ് കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം ഈ MP രാജേഷ് അതോടൊപ്പം തന്നെ KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ SFI കാലം തൊട്ട് യുവജന സംഘടന കാലം തൊട്ടേ സമകാലികനായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരാളായിരുന്നു രാജേഷ് കൃഷ്ണ എന്ന് പറയുന്നത്. പിന്നീട് പാർട്ടി വിട്ട് വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് പറയുന്നത്. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പേപ്പർ കമ്പനി അങ്ങനെയുള്ളൊരു കമ്പനി ആണ് രാജേഷിൻ്റെ ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് എന്ന് വരുത്തി തീർത്തിട്ടുണ്ടെന്നൊരു ആരോപണവും ഷെർഷാദ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് പാർട്ടിയെ വലുതായിട്ട് സഹായിക്കാൻ വിധം ഇയാൾ വളർന്നിട്ടുണ്ട് എന്നൊരു ആരോപണവും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഏത് ഘട്ടത്തിലാണ് ഇവർ തമ്മിൽ പിണങ്ങുന്നതെന്നും ഈ ഡിഫാമേഷൻ ഉൾപ്പെടെയുള്ള കേസുകൾ വരുന്നതെന്ന് പറഞ്ഞു. എന്തായാലും പാർട്ടി കോൺഗ്രസിൽ നൽകിയ ഒരു പരാതി, അത് PBയുടെ വലിയ രഹസ്യം. ആ രഹസ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ചോർന്നിരിക്കുകയാണ്. അതിൽ പാർട്ടി സെക്രട്ടറിയുടെ പേരാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. അനിൽ നമ്പ്യാർ. CPM-ൽ കത്ത് വിവാദം പുകയുന്നു. പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ചോർത്തിയെന്നാണ് പരാതി. CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷെർഷാദ് ആണ് പരാതി നൽകിയത്. കത്ത് ചോർത്തിയത് ഗോവിന്ദൻ്റെ മകൻ ശ്യാംരാജ് എന്ന് പരാതിയിൽ പറയുന്നു. പാർട്ടി നേതാക്കളുടെ ഉറ്റ സുഹൃത്തായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ കൊടുത്ത പരാതിയാണ് ചോർന്നത്. ടിൻഡുവും സുധീഷ് ഗോപാലുമാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ തുടരുന്നു. അനധികൃത അവധിയിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകിന് സർക്കാർ സംരക്ഷണം. ജയതിലകിനെതിരെ സ്വീകരിച്ച നടപടി എന്ത് എന്ന് പുറത്തുവിടാതെ സർക്കാർ വിവരാവകാശ നിയമം വഴി ചോദിച്ചിട്ടും ഇത് വ്യക്തിപരമായ വിവരം എന്ന് പറഞ്ഞാണ് മറുപടി നൽകാത്തത്. ജയതിലകിനെതിരെ തൊഴിൽ സ്ഥലത്തെ പീഡനത്തെക്കുറിച്ച് എന്തെങ്കിലും പരാതിയുണ്ടോ എന്ന ചോദ്യത്തിനും സമാനമായ മറുപടിയാണ് ലഭിച്ചത്. വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ ഗൂഢമായ നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് ആക്ഷേപം. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ ജയതിലക് കഴിഞ്ഞ 23 മാസത്തിനിടെ ഓഫീസിൽ ഹാജരായത് 190 ദിവസം മാത്രമെന്ന് വിവരാവകാശ രേഖകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, എന്തായാലും ദുരൂഹത അവശേഷിക്കുകയാണ്. ഡോക്ടർ A ജയതിലക് അവധി നൽകി സംരക്ഷണം നൽകുന്നു. പുറത്തു വരുന്ന ആരോപണങ്ങൾ എന്താണ് അരുൺ?
തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ അനധികൃത അവധി ഏറ്റവും കൂടുതൽ എടുത്തിരുന്നത്. പക്ഷേ ഇതിന് കൃത്യമായ കാരണങ്ങളൊന്നും തന്നെ അന്ന് ബോധിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. ആദ്യ സമയത്ത് ഈ വിവരാവകാശ നിയമപ്രകാരം ഇദ്ദേഹത്തിൻ്റെ ലീവ് കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചപ്പോഴും അത് നൽകാൻ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് കൃത്യമായി ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ, അതോടൊപ്പം തന്നെ വിവാദങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ട് സർക്കാർ തന്നെ തീരുമാനം എടുത്തിരുന്നത്. ഈ ചീഫ് സെക്രട്ടറി ആയതിനു ശേഷവും ഇത്തരത്തിൽ ഈ അനധികൃത അവധി വിഷയത്തിൽ എന്താണ് സർക്കാർ ചീഫ് സെക്രട്ടറിക്ക് എതിരെ എടുത്ത നിലപാടുകൾ എന്നതാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത്. പറയുന്നത് ആ പരാതിയിൽ ഇതുവരെയും വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് പോലും ഒരു തരത്തിലുള്ള മറുപടിയും നൽകാൻ തയ്യാറാകുന്നില്ല. വിചിത്രമായ ഒരു മറുപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് വ്യക്തിപരമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മറുപടി നൽകാനാകില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നടപടിയെക്കുറിച്ചോ അതോടൊപ്പം തന്നെ ശമ്പളത്തിൻ്റെ കാര്യങ്ങളടക്കം കൃത്യമായി കൈപ്പറ്റിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു മറുപടിയും നൽകാൻ വിവരാവകാശ നിയമപ്രകാരം തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ആക്ഷേപം. ഇതുതന്നെയാണ് ഔദ്യോഗികമായി സർക്കാർ നൽകുന്ന രേഖകളും പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചീഫ് സെക്രട്ടറിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ, അതായത് തൊഴിലിടത്തിൽ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. കൃത്യമായി തന്നെ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിരുന്നു. അതും വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതും പുറത്തുവിടാൻ തയ്യാറല്ല എന്നുള്ള ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. എന്തായാലും സംരക്ഷണ കവചം തന്നെ ഒരുക്കുകയാണ് ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നടപടികളിലും വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടും ഔദ്യോഗികമായുള്ള ഈ ഒരു വിവരങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകാത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അനിൽ നമ്പ്യാർ. അനധികൃത അവധിയിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിന് സർക്കാർ സംരക്ഷണം. ജയതിലകിനെതിരെ സ്വീകരിച്ച നടപടി എന്ത് എന്ന് പുറത്തുവിടാതെ സർക്കാർ വിവരാവകാശ നിയമം വഴി ചോദിച്ചിട്ടും ഇത് വ്യക്തിപരമായ വിവരം എന്ന് പറഞ്ഞാണ് മറുപടി നൽകാത്തത്. ജയതിലകിനെതിരെ തൊഴിൽ സ്ഥലത്തെ പീഡനത്തെക്കുറിച്ച് എന്തെങ്കിലും പരാതിയുണ്ടോ എന്ന ചോദ്യത്തിനും സമാനമായ മറുപടിയാണ് ലഭിച്ചത്. അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. രാവിലെ 9:20 കൂടിയാണ് കേന്ദ്രമന്ത്രി പുഷ്പാർച്ചനയ്ക്കായി എത്തിയത്. 2019-2024 തെരഞ്ഞെടുപ്പുകളിൽ സുരേഷ് ഗോപി തന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കൂ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വെല്ലുവിളിച്ചു. രാഷ്ട്രീയ വിഷയങ്ങളല്ല, നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ടത് അവരാണ്. ഞാൻ മന്ത്രിയാണ്. ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മറുപടി പറയേണ്ടവർ ഇന്ന് മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഓരോ ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ. ഇക്കരയായാലും ഇക്കരയായാലും അവിടെ പോയി ചോദിക്കാൻ പറ. എല്ലാ വിഷയങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയും. ഞാൻ ഈ വിഷയത്തിൽ മറുപടി പറയില്ല. മറുപടി പറയേണ്ടത് അവരാണ്. ഞാൻ മന്ത്രിയാണ്. ആ ഉത്തരവാദിത്തം ഞാൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഇവിടെ കുറച്ച് വാനരന്മാർ ആരോപണം ഉന്നയിക്കലുമായി ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ സുപ്രീം കോടതിയിലേക്ക് പോകട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ, മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവരും കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ജനം, തൃശൂർ. വയനാട്ടിൽ മഴ തുടരുന്നു. രാവിലെ ശമനമുണ്ടായെങ്കിലും വീണ്ടും മഴ ശക്തി പ്രാപിച്ചു. തവിഞ്ഞാൽ പഞ്ചായത്തിൽ മഴയും കാറ്റും. അതേസമയം ബാണാസുര ഡാം തുറന്നു. 10 സെന്റിമീറ്ററാണ് ഷട്ടർ തുറന്നത്. അർജുൻ ചേരുന്നു. അർജുൻ, മഴ വീണ്ടും വയനാടിനെ വലക്കുകയാണോ? എന്താണ് നിലവിലുള്ള അവസ്ഥ? തീർച്ചയായും കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി, രാവിലെ അതിനൊരു ശമനമുണ്ടായിരുന്നു. പിന്നീടും മഴ പെയ്യുന്ന രീതിയാണ് കാണുവാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് 1 മണിക്കൂറും ഇടവിട്ട് മഴ പെയ്യുന്ന രീതിയാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നു, അതിന്റെ കൂടെ ശക്തമായ കാറ്റടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്.
അതേ തുടർന്നാണ് ഇന്ന് ഈ ഒരു ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്തതിനെ തുടർന്ന് ആ 10 സെന്റിമീറ്റർ ഈ ഒരു ഷട്ടർ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു പ്രദേശങ്ങളിൽ കവിഞ്ഞാൽ പഞ്ചായത്തിലാണ് ഇപ്പോൾ മഴയും കാറ്റും ശക്തമായിട്ടുള്ളത്. കവിഞ്ഞാൽ പഞ്ചായത്തിലെ വാളാട് വട്ടോളി പ്രദേശം, വട്ടോളി എന്ന് പറയുന്ന സ്ഥലത്താണ് കൂടുതലായി കാറ്റടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത്തരത്തിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം, ഒറ്റപ്പെട്ട ഇടങ്ങളിലെല്ലാം മഴ ലഭിക്കുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിലെല്ലാം ഓരോ മണിക്കൂർ ഇടവിട്ടുകൊണ്ട് മഴ പെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അനിൽ നമ്പ്യാർ. യെസ്, വയനാട്ടിൽ ശക്തമായ മഴ രാവിലെ ശമനമുണ്ടായെങ്കിലും വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയായിരുന്നു. തവിഞ്ഞാൽ പഞ്ചായത്തിൽ ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും. അതേസമയം ബാണാസുര ഡാം തുറന്നു. 10 സെൻറ്റിമീറ്ററാണ് ഷട്ടർ തുറന്നത്. അർജുൻ ആണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകൾ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നന്ദി, നമസ്തേ.